എന്താ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേര് പറഞ്ഞെടുത്തിട്ടില്ലല്ലോ. അല്ല, ഫിഷ് അല്ല, അത് വേറെ നമ്മൾ ഉണ്ടാക്കിയതിനൊപ്പം മറന്നുപോയോ? പിന്നെന്താ ബാക്കി ഇവരോട് പറയാനുള്ളത്? അയ്യോ, ഇവരോട് ലൈക്ക് ചെയ്യണം അവസാനം വരെ ലൈക്ക് ചെയ്യാതെ. ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ ഇവരോടെ. നമ്മളെ ചാനലില് വെറൈറ്റി ഫുഡുകളൊക്കെ ഉള്ള വിവരം പറയും. പലവിധ ഫുഡുകളുണ്ട്. പിന്നെന്താ ഉള്ളത്? ഒരുപാട് യാത്ര ഉണ്ട്. ആള് പോയോ? ആള് മുങ്ങി. നോക്ക്, നമുക്ക് എപ്പിസോഡ് കണ്ടോട്ടെ എല്ലാരും. ഇത് വത്തല് നത്തല് എന്നൊക്കെ പറഞ്ഞ ഒരു മീനാണ്. ഇത് മുള്ളടക്കം ചെറിയൊരു മീനാണ്. ഇതിനാണ് ഒരു ബ്രോസ്റ്റ് മോഡൽ പൊരിച്ചുണ്ടാക്കിയാണ്. ഇത് എങ്ങനെ പൊരിക്കുക എന്നുള്ളതിന് വിശദമായിട്ടുള്ളത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമുക്കൊരു ഹാഫ് പൈനാപ്പിൾ വേണം. അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. അതേപോലെ ഒരു ഉറുമാമ്പഴം തൊലിച്ച് അതിന്റെ കുരു ഇതേപോലെ മാറ്റി വെക്കുക. ഒരു കപ്പ് 250 മില്ലി അളവുള്ള ഒരു കപ്പ് വലിയ ഉള്ളിയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഒരു കപ്പ് ബീൻസ് 250 മില്ലി, പിന്നെ അര കപ്പ് ക്യാപ്സിക്കം, അതിനൊരു 3/4 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഒരു അര കപ്പ് ക്യാരറ്റ്, ഇതും ഒരു 3/4 കപ്പായ കുഴപ്പമില്ല. അപ്പൊ 2 ഇല, 3 ഏലക്ക, ഒരു 8 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി, ഒരു 10 ഗ്രാമ്പു, ഒരു പട്ട. ഇത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് അരച്ചതാണ്. 1 സ്പൂണ് ചെറിയ ജീരകം, 1 സ്പൂണ് ഗരം മസാലയും, 1 സ്പൂണ് കുരുമുളക് പൊടിയും. ഇത് സാഫ്രോൺ, നമ്മളെ കുങ്കുമാണ്. ഇത് ഞാൻ ചൂട് പാലില് ഒന്ന് കലക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ആവശ്യം. ഇത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഞാൻ 1/2 കിലോ അരിയാണ് ഉപയോഗിക്കുന്നത്. 1/2 കിലോ മന്തി റൈസ്, അതായത് ബോയിൽഡ് റൈസ് ആണ് ഈ കാണുന്നത്. അതാണ് ഇതിന് ഏറ്റവും ഉത്തമം. ഇത് ഞാൻ 1/2 കിലോ 2 ഗ്ലാസ് ഉണ്ടാവും. ഇത് നല്ലവണ്ണം അങ്ങോട്ട് കഴുകുക. ഒരു 3 തവണ ഞാൻ സ്ഥിരമായിട്ട് ഈ മന്തിയരി, ബുഖാരി അരിയും ഇത് കപ്സൊക്കെ വേണ്ടി കഴുകലുണ്ട്. ഇതിപ്പോ ഞാൻ നല്ലോണം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ ഞാനിവിടെ അടച്ചു വെക്കാൻ പോവുകയാണ്. ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് നമുക്കുള്ള കുറച്ച് മസാലകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും, അണ്ടിപ്പരിപ്പിന്റെ കട്ട് ചെയ്ത പീസുള്ള അണ്ടിപ്പരിപ്പാണ് ഞാൻ അപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അപ്പൊ പൊളിക്കേണ്ട ആവശ്യമില്ല. അത് മുന്തിരി കഴുകിയതാണ്. അത് നല്ലോണം ഒന്നുകൂടി വാട്ടിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ബദാം പരിപ്പ് ഉപയോഗിക്കുക, വാൾനട്ട് ഉപയോഗിക്കുക ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അത് രണ്ടും എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. അതിലേക്ക് ഇനി ബാക്കി ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇല ഇതൊക്കെ ഇട്ടിട്ട് ചൂടാക്കുക. നല്ലോണം കൊണ്ട് ചൂടാക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് നമ്മളെ 1 കപ്പ് വലിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വാട്ടുക. 2 കപ്പ് അരിക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതൊക്കെ കംപ്ലീറ്റ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇടുക എല്ലാതും. അതിലേക്ക് 1 സ്പൂണ് ചെറിയ ജീരകം അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ബീൻസ് ഇടുക, നല്ലോണം ഇറക്കുക. ഒന്ന് വാടി കിട്ടിയാൽ മതി. ക്യാരറ്റ് ഇടുക, പിന്നെ ക്യാപ്സിക്കം ഇടുക. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി, നന്നായിട്ട് വാടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇടണം. ഉപ്പ് പിന്നെ ലാസ്റ്റ് വീണ്ടും ചെക്ക് ചെയ്യണം. ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതിലേക്ക് ഇടുക. വേറെ മസാലപ്പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ അരി കഴുകി ഊറ്റിയിട്ടുള്ളത് നല്ലോണം ഒരു വാട്ടുക. ഒരു 2-3 മിനിറ്റ് വാട്ടുക. 4 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരണം. വേറെ അടുപ്പിൽ വെച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ഇങ്ങനെ അരി ഒന്ന് വാടിക്കഴിഞ്ഞ് ഉടനെ അത് നമുക്ക് ഇതിലേക്ക് വെക്കണം. 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് വെച്ചത്. പക്ഷെ ഞാൻ മൊത്തം ഇതിലേക്ക് ഒഴിക്കൂല. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഇതൊന്ന് മുങ്ങി നിന്നാൽ മതി. ജസ്റ്റ് അധികം വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പെട്ടെന്ന് അധികം വെന്തുടഞ്ഞു പോകും. ഒന്നും കൊണ്ടൊരു സ്വല്പം കൊണ്ട് പൊന്തി നിന്നാൽ മതി. അപ്പൊ ഞാനൊരു 3.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക്. ഇനി നമ്മളൊരു അടച്ചു വെക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് തുറന്നിട്ട് ഒരു 100 മില്ലിന്റെ ഒരു പാലുണ്ട് നമ്മുടെ, ആ സാഫ്രോൺ അതിലാണ് വെച്ചിട്ടുള്ളത്. സ്വല്പം ഉപ്പിടുക, നടക്കുക. ഒരു
സ്വല്പം പഞ്ചസാര ഇടണം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സാഫ്രോൺ ഇതിലേക്ക് ഒഴിക്കുക. അത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് സ്പെഷ്യൽ സ്മെല്ല് കിട്ടും ഈ കുങ്കുമം ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇതിലേക്കൊരു 1/2 സ്പൂണ് പഞ്ചസാര ഇടുക. അത് അതിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇനി അടച്ചു വെക്കുക. ചെറുതീയിലാണ് വെക്കേണ്ടത്. ആദ്യം തന്നെ തിളച്ച് വെള്ളം പാർന്ന് ഒന്ന് തിളച്ചുടനെ തന്നെ ചെറുതീയിൽ വെച്ചാൽ മതി. ഇപ്പൊ സംഭവം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിയിൽ വെള്ളമൊന്നുമില്ല. അങ്ങോട്ട് കയ്യിലുകൊണ്ട് നീക്കി കഴിഞ്ഞാൽ അറിയാം അതിൽ വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനിയാണ് കുറച്ച് മല്ലിയില ഇടണം, അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഇടണം, ഫ്രൂട്ട്സുകൾ ഇടണം, പിന്നെ നമ്മളുടെ ഫിഷ് പൊരിച്ചത് ഇടണം. അപ്പൊ കുറച്ച് മല്ലിയില, അധികം മല്ലിയില വേണ്ട. അതിന്റെ തണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇല മാത്രം അതിലേക്ക് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ മുന്തിരിയും അണ്ടിയും, ഇനി ബദാം ഇടുക, വാൾനട്ട് ഇടുക. ഇതൊക്കെ മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഞാൻ പൊളിച്ചതാ വാങ്ങിയിട്ടുള്ളത് ഇപ്രാവശ്യം. ഇനി ഫ്രൂട്ട്സ് ഹാഫ് ഇട്ടാൽ മതി. ഹാഫ് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലേറ്റിലേക്കും സെപ്പറേറ്റ് ഇട്ടാൽ മതി. അതുപോലെ പൈനാപ്പിൾ ഇടാം. ഇനി ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ ഇടാം. ഇനി നല്ല സബർജലിന്റെ പീസുകളൊക്കെ കിട്ടും, അതും വേണമെങ്കിൽ അതിലേക്ക് ഇടാം. നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സാണ് നല്ലത്. പഴം ഇങ്ങനത്തെ ഐറ്റം ഒന്നും പറ്റൂല. മാംഗോ നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ്. ഇനി അത് വിളമ്പാൻ പോവാണ്. ലാസ്റ്റിലാണ് നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇടേണ്ടത്. അതും ഫ്രൂട്ട്സും കാര്യങ്ങളും ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഇടുക. ഇതാണ് നമ്മളുടെ ഫിഷ് ബ്രോസ്റ്റാക്കി പൊരിച്ചിട്ടുള്ളത്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് വെക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിന്റെ എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.